കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിഷയമായിരുന്നു ധനുഷിനെതിരെ നടി നയൻതാര പുറത്തിറക്കിയ തുറന്ന കത്ത്. നയൻതാര ധനുഷ് വിഷയം ചർച്ചയായ സാഹചര്യത്തിൽ നടി ചെയ്ത മറ്റൊരു പ്രവൃത്തി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വിമർശനത്തിന് കാരണമാകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസ് മലയാളം ഫെയിം സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണ പങ്കിട്ട വീഡിയോയാണ് വൈറലാകുന്നത്. ധനുഷിനെ മാന്യതയും മര്യാദയും പഠിപ്പിക്കുന്ന നയൻതാര തന്റെ സഹജീവികളോട് അത് കാണിക്കാറില്ലെന്നാണ് നയൻതാര മൂലം വലിയൊരു നഷ്ടം അനുഭവിച്ച ഒരു സംഘത്തിന്റെ വിഷമം വെളിപ്പെടുത്തി സായി കൃഷ്ണ പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ വൺ ട്രെൻഡിംഗ് ആയ പാട്ടാണ് കരിങ്കാളിയല്ലേ. ഫഹദ് ഫാസിൽ ചിത്രം ആവേശത്തിൽ വീഡിയോ ഉപയോഗിച്ചതോടെ പാട്ട് വൻ തരംഗമായിരുന്നു. ഇതോടെ നിരവധി താരങ്ങളാണ് ഈ പാട്ടിന് റീലുമായി എത്തിയത്. എന്നാൽ കരിങ്കാളിയല്ലേ ഗാനം ഉപയോഗിച്ച് നയൻതാര റീൽ ചെയ്തത് നടിയുടെ പുതിയ സംരംഭമായ സാനിറ്ററി നാപ്കിന്റെ പരസ്യത്തിന് വേണ്ടിയാണ്. ഇന്ത്യയിലെ 2 പ്രമുഖ ബ്രാൻഡുകളുടെ കരാറിൽ കരിങ്കാളി ടീം ഒപ്പുവെക്കാനിരിക്കെയാണ് നയൻതാരയുടെ പ്രൊമോഷൻ വീഡിയോ പുറത്തു വന്നത്. ഇതേ തുടർന്ന് കമ്പനികൾ കരാറിൽ നിന്നും പിൻവാങ്ങി. മാത്രമല്ല, ഇതോടെ ലക്ഷങ്ങളുടെ നഷ്ടം കരിങ്കാളി പാട്ടിന്റെ അണിയറ പ്രവർത്തകർക്കും ഉണ്ടായി. ആവേശം ടീം കരിങ്കാളി ടീമിനെ സമീപിച്ച് അനുവാദം വാങ്ങിയാണ് പാട്ട് സിനിമയിൽ ഉപയോഗിച്ചത്. എന്നാൽ അനുവാദമില്ലാതെ പാട്ട് ഉപയോഗിച്ചതിനെതിരെ കരിങ്കാളി ടീം നയൻതാരയുടെ ടീമിനെ സമീപിച്ചപ്പോഴും ധാർഷ്ട്യത്തോടെയാണത്രേ നയൻതാര പെരുമാറിയത്. സ്വന്തം പ്രൊഡക്റ്റിന്റെ പ്രൊമോഷന് റീൽ വീഡിയോ ചെയ്യുമ്പോൾ അതിനെടുത്ത പാട്ടിന്റെ ഉടമകളെ കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കണമെന്നൊരു മാന്യതയുണ്ട്. ധനുഷിനെ മാന്യതയും മര്യാദയും മനുഷ്യത്വവും പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന് പറയാറുള്ള നയൻതാര മറ്റുള്ളവരോട് ഇതൊക്കെ കാണിക്കാറുണ്ടോ എന്നാണ് സായി കൃഷ്ണ ചോദിക്കുന്നത്. നയൻതാര വെറുതെ ഒരു റീൽ ചെയ്തതായിരുന്നുവെങ്കിൽ കരിങ്കാളി ടീമും സീനാക്കില്ലായിരുന്നു. സിനിമാ ഫീൽഡിലുള്ള ആളല്ലേ നയൻതാര. മറ്റൊരാളുടെ പാട്ട് ഉപയോഗിക്കുമ്പോൾ ധനുഷിനോട് പറഞ്ഞ മിനിമം മാന്യതയും മര്യാദയും നയൻതാരയും കാണിക്കണ്ടേ എന്നും ഒരു മെസ്സേജ് എങ്കിലും അയക്കേണ്ടേ. 30 സെക്കൻഡ് റീലിനാണ് നടി കരിങ്കാളിയല്ല എന്ന പാട്ട് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് സീക്രട്ട് ഏജന്റ് പുതിയ വീഡിയോയിൽ നയൻതാരയെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത്. നയൻതാരയുടെ പ്രൊഡക്റ്റിന്റെ പരസ്യത്തിന് പാട്ട് ഉപയോഗിച്ചപ്പോൾ അനുവാദം ചോദിച്ചിട്ടില്ല. അങ്ങനെ ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അവരുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിനോട് ചോദിച്ചപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിക്ക് പോകൂ, ഞങ്ങൾ ഇത് ചെയ്യുമെന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് അവർ സംസാരിച്ചത്. അതുകൊണ്ടാണ് തങ്ങൾ നിയമ നടപടിക്ക് നീങ്ങിയതെന്നാണ് പാട്ടിന്റെ പ്രൊഡ്യൂസർ പറഞ്ഞതെന്നാണ് സായി കൃഷ്ണ പറയുന്നത്. അതേസമയം തമിഴ് സിനിമാ ലോകത്ത് സജീവ ചർച്ചയായി നയൻതാര ധനുഷ് പോലും മാറിയിരിക്കുകയാണ്. ഞാനും റൌഡിദാൻ സിനിമയിലെ രംഗങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയതിന് ധനുഷ് 10 കോടി രൂപ നയൻതാരയോട് ആവശ്യപ്പെട്ടിരുന്നു. അല്ലാത്ത പക്ഷം ക്ലിപ്പ് നീക്കം ചെയ്യണമെന്നും അല്ലെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് കാര്യങ്ങൾ നീക്കുമെന്നും ധനുഷ് നയൻതാരയെ അറിയിച്ചു. ഇതിൽ പ്രതിഷേധിച്ചാണ് നയൻതാര ധനുഷിനെതിരെ തുറന്ന കത്തുമായി രംഗത്തെത്തിയത്. ധനുഷിന് തന്നോടും വിഘ്നേഷിനോടും ഈഗോയാണെന്നാണ് നയൻതാര പറഞ്ഞത്. ഞാനും റൌഡിദാൻ സിനിമ നിർമ്മിച്ചത് ധനുഷാണ്. അതുകൊണ്ട് തന്നെ നിർമ്മാതാവിന്റെ അനുവാദമില്ലാതെ ആ സിനിമയിലെ ഭാഗങ്ങൾ മറ്റാർക്കും അവരുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ അനുവാദമില്ല. വിഘ്നേശ്വനായിരുന്നു ഞാനും റൌഡിദാൻ സിനിമ സംവിധാനം ചെയ്തത്. 3 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള വീഡിയോയ്ക്ക് ധനുഷ് 10 കോടി ആവശ്യപ്പെട്ടുവെന്നാണ് നയൻതാര ആരോപിച്ചത്. ധനുഷിന് പകയാണെന്നും തന്റെ ഡോക്യുമെന്ററി പുറത്തിറങ്ങാൻ വൈകുന്നതിന് കാരണം ധനുഷാണെന്നും നയൻതാര പറഞ്ഞിരുന്നു. താൻ തനിയെ പ്രയത്നിച്ച് സിനിമാ മേഖലയിലേക്ക് വന്നയാളാണ്. ധനുഷിനെ പോലെ സിനിമാ പശ്ചാത്തലമില്ലെന്നും വിമർശിച്ചാണ് ധനുഷിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരു തുറന്ന കത്ത് നയൻതാര എഴുതിയത്. എന്നാൽ പക്ഷേ ധനുഷ് താരത്തിനെതിരെ വക്കീൽ നോട്ടീസിലൂടെ പ്രതികരിക്കുകയാണ് ചെയ്തത്. ഓഡിയോ ലോഞ്ചുകളിൽ കാണിക്കുന്നതിന്റെ പകുതിയെങ്കിലും ആത്മാർത്ഥത ധനുഷ് വ്യക്തി ജീവിതത്തിൽ പിന്തുടർന്നിരുന്നെങ്കിലെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നും പ്രസംഗിക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തിയിൽ കാണാനില്ല എന്നുമായിരുന്നു നയൻതാര പറഞ്ഞിരുന്നത്. ഒരു നിർമ്മാതാവ് സെറ്റിലെ എല്ലാ വ്യക്തികളുടെയും ജീവിതം, സ്വാതന്ത്ര്യം എന്നിവ നിയന്ത്രിക്കുന്ന ചക്രവർത്തിയാകുമോ എന്നും നയൻതാര ചോദിച്ചിരുന്നു. സിനിമ പുറത്തിറങ്ങി 10 വർഷമായെങ്കിലും ലോകത്തിനു മുമ്പിൽ മുഖംമൂടി ധരിച്ച ഒരാൾ നീചമായി തുടരുകയാണെന്ന് പറഞ്ഞാണ് നയൻതാര തന്റെ കത്ത് അവസാനിപ്പിച്ചത്. ആരാധകർക്കിടയിൽ എന്ന പോലെ സിനിമാ ലോകത്തും ഇരു വിഭാഗങ്ങളെ പിന്തുണച്ചും അഭിപ്രായ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. വക്കീൽ നോട്ടീസും അതിനെ തുടർന്നുണ്ടായ തുറന്ന കത്തും ധനുഷും നയൻതാരയും തമ്മിലുള്ള ഈഗോ ക്ലാഷിന്റെ ഭാഗമാണെന്നും ചിലർ വിശ്വസിക്കുന്നുണ്ട്. നയൻതാരയും വിഘ്നേശ്വനും അഭ്യർത്ഥിച്ചപ്പോൾ തന്നെ ധനുഷ് ഞാനും റൌഡിദാൻ ചിത്രത്തിന്റെ ഭാഗങ്ങൾ ഉപയോഗിക്കാൻ എതിർപ്പില്ലാ രേഖ നൽകണമായിരുന്നുവെന്ന് തമിഴിലെ പ്രശസ്ത നിർമ്മാതാവ് ജെ സതീഷ് കുമാർ അഭിപ്രായപ്പെട്ടു. 3 സെക്കൻഡ് മാത്രമുള്ള ഒരു ദൃശ്യമാണ്. ഇത് വലിയ കാര്യമൊന്നുമല്ല. ധനുഷും നയൻതാരയും തമ്മിലുള്ള ഈഗോ ക്ലാഷ് ആണിതെന്നാണ് താൻ മനസ്സിലാക്കുന്നത്. ഇരുവരും തമ്മിലെ തർക്കം അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഞാനും റൌഡിദാൻ ഇരുവരുടെയും
കരിയറിനെ മാറ്റിമറിച്ച ചിത്രമാണ്. അതെല്ലാവർക്കും അറിയാവുന്നതുമാണ്. മറ്റ് നിർമ്മാതാക്കൾക്ക് എതിർപ്പില്ലാ രേഖ നൽകാമെങ്കിൽ എന്തുകൊണ്ട് ധനുഷിന് പറ്റില്ല എന്നും സതീഷ് കുമാർ ഒരു ഓൺലൈൻ മാധ്യമത്തോട് സംസാരിക്കവേ പറഞ്ഞു. അതേസമയം വിഷയം ഇത്ര മോശമാക്കിയതിൽ നയൻതാരയ്ക്കും വിഘ്നേഷ് ശിവനുമെതിരെയും വിമർശനം ഉയരുന്നുണ്ട്. ധനുഷും നയൻതാരയും തമ്മിൽ 2015 മുതൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. ധനുഷ് എതിർപ്പില്ലാ രേഖ നൽകാത്തത് സംഭവത്തിലെ ഒടുവിലത്തെ കാര്യമാണ്. പൊതുവിടത്തിൽ ധനുഷിനെ വലിച്ചു കീറുന്നതിനു പകരം നയൻതാര കുറച്ചുകൂടി പക്വമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നുവെന്നും മറ്റൊരു നിർമ്മാതാവ് അഭിപ്രായപ്പെട്ടു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.